നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ തന്നെ എങ്ങനെ നമുക്ക് റോസ് വാട്ടർ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് റെഡ് റോസസ് ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് റോസ് വാട്ടർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മേക്കിങ്ങും പ്രോസസ്സിങ്ങും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ റോസിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ ആണ്. അപ്പോൾ കൂടുതലും നമ്മൾ റോസ് വാട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ കോസ്മെറ്റിക്സ് ഇതിന് ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ എന്തെങ്കിലും ഒരു ഫേസ് പാക്കിനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്കിൻ കെയറിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റോസ് വാട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആവും, നല്ല കൂളാവും. അപ്പോൾ നല്ല ക്ലെൻസറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് റോസ് വാട്ടർ. അപ്പോൾ അധികം ചിലവൊന്നുമില്ലാതെ നമുക്ക് എങ്ങനെ ഇത് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് തന്നെ നമുക്കിതിൻ്റെ പെറ്റൽസ് എല്ലാം ഇങ്ങനെ അടർത്തിയെടുക്കണം. നമുക്കിതിൻ്റെ ഈ ഇതളുകൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അടർത്തിയെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഫുൾ അടർത്തി എടുത്തിട്ടുണ്ട്. നമുക്കൊരു 2 റോസ് ഉണ്ടെങ്കിൽ നമുക്ക് റോസ് വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതിന് മുമ്പ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യൂഷ്വലി ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇഡ്ഡലി പാത്രമില്ല, അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കിയാൽ മതി, എന്തുവരെ നമ്മൾ ഒഴിച്ചെന്നുള്ളൊരു ഇതുണ്ടായാൽ മതി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇഡ്ഡലി പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്കോട്ട് നമുക്കിങ്ങനെ ഒരു വട്ടം അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിൽ സ്റ്റാൻഡ് ചെയ്യണം വെക്കുക. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ മൂടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്കിത് നമ്മുടെ റോസ് വാട്ടർ സ്റ്റോർ ആവാനൊരു പാത്രം വെക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വട്ടം ആദ്യം തന്നെ ഞാൻ വെച്ചു. എന്നിട്ട് ഇതിന് ചുറ്റുമായിട്ട് വേണം നമ്മൾ ഈ റോസിൻ്റെ ഇതെല്ലാം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പാത്രം നമുക്കിനി നടുക്കോട്ട് വെച്ച് കൊടുക്കാം. ഇതിലേക്കാണ് നമ്മുടെ റോസ് വാട്ടർ സ്റ്റോറായി വരുന്നത്. അപ്പോൾ നമ്മുടെ റോസ് വാട്ടറിൻ്റെ ഇതിങ്ങനെ നമ്മൾ റെഡിയാക്കി ഇവിടെ കണ്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചേ ഉണ്ടാവുള്ളൂ, ഇതായിരിക്കും കൂടുതൽ നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരിതിലേക്ക് അരിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ രണ്ടും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ഡിസ്റ്റിലേഷൻ പ്രോസസ്സാണ് കണ്ടോ. ഇത് ഇച്ചിരിയേ കിട്ടിയിട്ടുള്ളൂ. ഇതാണ് നമുക്ക് എമൗണ്ട് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് റോസിൻ്റെ സെറംന്നോ അല്ലെങ്കിൽ എസൻസ് എന്നൊക്കെ പറയാം. ഇത് നമുക്ക് അധികം നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു 2 ആഴ്ചയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം. പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. ഇത് നമുക്കങ്ങനെ ടൈമൊന്നുമില്ല, കുറച്ച് അധികം നാൾ നമുക്ക് യൂസ് ചെയ്യാം. ഇത് പക്ഷേ കുറച്ചേ നമുക്ക് കിട്ടുന്നുള്ളൂ കേട്ടോ. പിന്നെ എനിക്കൊരു സജഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ ചെയ്തത് ബിരിയാണി പോട്ടിലാകുമ്പോഴേക്കും കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. കൂടുതൽ നമുക്ക് ഇപ്പോൾ എനിക്ക് കിട്ടിയേക്കാൾ കൂടുതലായിട്ട് നമുക്ക് റോസ് വാട്ടർ കളക്ട് ചെയ്യാൻ പറ്റും അതിൽ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സാധാരണ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒരു ഇതായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കുറച്ച് എടുത്തിട്ടുണ്ടോ നമുക്കിങ്ങനെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ജസ്റ്റ് നമുക്കൊന്ന് ചെയ്താൽ മതി. കുറച്ച് കഴിയുമ്പോൾ നമ്മളിത് സ്കിന്നിലേക്ക് ഇത് അബ്സോർബ് ആവും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ നമുക്കിത് വീട്ടിൽ നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ഫേസിലും ലിപ്സിലൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂട്ടോ ഈ ഒരു ഇതുകൊണ്ട് കേട്ടോ. ഇത് ഞാൻ കുറച്ചുകൂടി ചൂടാറാനുണ്ടാവുകൊണ്ട് ഞാൻ പിന്നെ പോട്ടിലാക്കാത്തത്. അപ്പോൾ എല്ലാവരും റോസ് വാട്ടർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇത് 1 മാസം വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. നമുക്ക് രാവിലെയും രാത്രിയും ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത് കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെയാണ് നമ്മുടെ മുഖത്തിരുന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇത്ര മണിക്കൂർ നമ്മൾ നോക്കിയിരിക്കണം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോ നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം.